രാജ്യാന്തര നയതന്ത്രത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിലേക്ക് റഷ്യ എത്തിയില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. യുക്രൈൻ വിഷയത്തിൽ മാസങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥകളും സമാധാന ചർച്ചകളുടെ സ്തംഭനാവസ്ഥയ്ക്കും ഒരു പരിഹാരം കാണാനുള്ള അമേരിക്കയുടെ നയതന്ത്രപരമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ ചില പ്രസ്താവനകളാണ് ട്രംപിനെ പ്രകോപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ നിലവിൽ യാതൊരു പദ്ധതികളുമില്ലെന്ന് ലാവ്റോവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസ്താവന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നും അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരമൊരു നിലപാടെടുക്കാൻ നിർബന്ധിതരാവുന്നതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. തന്റെ നിലപാട് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമ്പോൾ ട്രംപ് വളരെ നിർണായകമായ ഒരു പ്രസ്താവന നടത്തി. റഷ്യക്കെതിരെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ തീരുമാനമെടുക്കാൻ പോകുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വൻതോതിലുള്ള ഉപരോധങ്ങളോ താരിഫുകളോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വേണമോ വേണ്ടോ എന്ന് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാക്കുകൾ റഷ്യയ്ക്ക് ഒരു താക്കീത് മാത്രമല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സൂചന കൂടിയാണ്. ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ നയം വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ശക്തമായ നിലപാടുകളിലേക്ക് നയിക്കുന്നതാണെന്ന് ട്രംപ് പറയാതെ പറയുന്നു. ഈ രണ്ടാഴ്ച യുക്രൈനിലെ ഒരു അമേരിക്കൻ ഫാക്ടറിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിലും ട്രംപ് തന്റെ അതൃപ്തി രേഖപ്പെടുത്തി. ഇത്തരം പ്രകോപനപരമായ നടപടികൾ സമാധാന ചർച്ചകൾക്ക് തടസ്സമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിച്ച അതേ പരിപാടിയിൽ തന്നെ അലാസ്കയിൽ റെഡ് കാർപ്പറ്റിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ചിത്രം ട്രംപ് പ്രദർശിപ്പിച്ചത് ശ്രദ്ധേയമായി. ഇത് ട്രംപിന്റെ നയതന്ത്രത്തിലെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. ഒരു വശത്ത് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ തന്നെ മറുവശത്ത് റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒരു ത്രികക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യത മുന്നോട്ട് വെച്ചിരുന്നു. റഷ്യ, യുക്രൈൻ, US എന്നീ രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പുടിൻ US-നെയും തന്നെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് അങ്ങനെയാണ് പെരുമാറുന്നതെന്നാണ് ട്രംപിന്റെ പരാതി. ഇത് റഷ്യയുടെ നയതന്ത്ര നിലപാടുകളോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് കാണിക്കുന്നത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുടിനുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ആവർത്തിച്ചു. റഷ്യൻ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം ചർച്ചകൾക്ക് തടസ്സമാകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു വശത്ത് ട്രംപിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന റഷ്യയുടെ നിലപാട് ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിയതിനെതിരെ US വിമർശനം ഉയർത്തിയപ്പോഴും ട്രംപ് ഭരണകൂടം സ്വീകരിച്ച നയതന്ത്രപരമായ സമീപനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. റഷ്യയുമായി നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് ട്രംപ് എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യുക്രൈനിലെ സ്ഥിതി കൂടുതൽ വഷളായ പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. ലോകം ഈ നീക്കങ്ങളെ ഉറ്റുനോക്കുകയാണ്. ഈ ഉപരോധങ്ങൾ റഷ്യയെ എങ്ങനെ ബാധിക്കുമെന്നും അത് യുക്രൈൻ വിഷയത്തിൽ എങ്ങനെ ഒരു സമാധാനപരമായ പരിഹാരത്തിലേക്ക് നയിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.